വിശപ്പിൻ്റെ വിളി ഭക്ഷണ വിതരണ ശുശ്രൂഷയുമായിട്ടാണ് നമ്മൾ വരുന്നത്. ഇവിടെ പാലത്തിൻ്റെ അടിയിൽ രണ്ടുപേര് കിടക്കുന്നുണ്ട്. നല്ല പെരുമഴയാണ് 3-4 ദിവസമായിട്ട്. പക്ഷേ ഇപ്പം അല്പം തോർന്നിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ ശക്തിയായിട്ട് വരും. 15 ദിവസത്തോളം ഈ മഴ ഉണ്ടാവുമെന്നാണ് പറഞ്ഞേക്കണത്. അപ്പോൾ ഇവിടെ ഈ പാലത്തിൻ്റെ അടിയിൽ കിടക്കുന്ന 2 മനുഷ്യരുണ്ട്. അവർക്കാണ് നമ്മൾ ഭക്ഷണം കൊടുക്കാനായിട്ട് പോകുന്നത്. കഴിച്ചോന്നറിയില്ല. ഇവിടെ 2 പേര് കിടപ്പുണ്ട് അപ്പുറവും ഇപ്പുറവും. അതിൽ ഇതാണ് ഈ മനുഷ്യൻ, പ്രായമുള്ളൊരു മനുഷ്യൻ. ആ മനുഷ്യന് വലിയ ആശ്വാസമായി. അടുത്തത് അപ്പുറത്ത് ഒരാൾ കിടപ്പുണ്ട്. ദൈവം ഇങ്ങനെ കണ്ണിൽ കാണിച്ചു തരും. വഴിയിലൊക്കെ കിടക്കുന്ന മനുഷ്യരാണ്. അപ്പോൾ അയാൾ കൊടുക്കാനായിട്ട് പോകും. ചേട്ടാ ചോറ് കഴിച്ചാ? ആ ദൈവം അതെ. വിശപ്പിൻ്റെ വിളി എന്ന് പറഞ്ഞൊരു ആളുകളെ സഹായിക്കണം. ശരി ഓക്കെ. ഇത് പിടിക്കണ ഇതാണ്. അവരൊക്കെ കാണുമ്പോൾ അവർക്ക് പിന്നെയും കൊടുക്കാൻ തോന്നുമല്ലോ. അതാണ് കേട്ടോ. ജാതി മതമൊന്നുമില്ല. മനുഷ്യൻ്റെ വിശപ്പ് നോക്കിയിട്ട് എല്ലാ മനുഷ്യർക്കും കൊടുക്കണം. പേരെന്താ? എവിടെ വീടൊന്നും ആരുമില്ലേ? ആകെ ഇതായി കിടക്കണേ. ഇപ്പം ഇങ്ങനെ വഴിയിലൊക്കെ കിടക്കോ? കിട്ടണയൊക്കെ കിട്ടി നിവൃത്തിയില്ലാതെ അങ്ങനെ നടക്കണേ അല്ലേ? സാരമില്ല, ദൈവം കാക്കും കേട്ടോ. ഓക്കെ, ഇനിയും കാണാം എവിടെയെങ്കിലും വെച്ച്. കേട്ടോ, കാലൊന്നും പിടിക്കണ്ട. ഇതൊക്കെ നമ്മുടെയൊക്കെ കടമയല്ലേ മനുഷ്യർ. ഇതൊന്നും അറിയാത്ത ആർക്കും ഇങ്ങനെയൊന്നും ഇല്ലെന്ന് വിചാരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ കാണാനും മനസ്സിലാക്കാനും കൂടിയാണ് ഇത് പിടിക്കണത് കേട്ടോ. എല്ലാ സൗകര്യങ്ങളിലും ജീവിച്ചിട്ട് ഒന്നിലും തൃപ്തിയില്ലാത്ത മനുഷ്യരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ മറ്റുള്ളവരെ സഹായിക്കാനും നല്ല കാര്യങ്ങൾ ചെയ്യാനും ഒരു പ്രചോദനം ഉണ്ടാവാൻ വേണ്ടിയാണ് കേട്ടോ. ഓക്കെ, ശരി.